അപ്പോൾ ഇന്നൊരു മഴ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കടലക്കറി ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇസയ്ക്കും കുട്ടൂസിനും ലഞ്ചിന് ചോറ് തന്നെ വേണം കേട്ടോ സ്കൂളിൽ പോകുമ്പോൾ. അപ്പോൾ കടലക്കറി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവർ പോയതിന് ശേഷമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കാറ്. കാരണം ഇങ്ങനത്തെ ഉപ്പുമാവൊക്കെ ആണെങ്കിൽ മുന്നേ ഉണ്ടാക്കി വെച്ച ചൂടാറുള്ളൂ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു 9 മണി 9:30 ആവും. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ അവർ പോണതിന് മുന്നൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെ ചൂടാറിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്ന് രാവിലെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള റെസിപ്പിയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ 2-3 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ഒരു 5 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇവിടെ ഇത്തിരി എരിവ് വേണം കേട്ടോ. പിന്നെ ഒരു വലിയ സവാളയുടെ ഒരു പകുതി, ഒരു 3 കരിവേപ്പിലയുടെ തണ്ട് കേട്ടോ. അപ്പോൾ നോർമലി ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ചീനച്ചട്ടിയിലാണ് കേട്ടോ. ഇത്തിരി ഇളക്കാനൊക്കെ ഇത്തിരി എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നീട് അതിലോട്ട് നമ്മൾ കുറച്ച് അധികം തന്നെ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ മീൻസ് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് എടുക്കണം. നെയ്യ് പൊതുവെ ഇവിടെ എല്ലാവർക്കും അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമല്ല ഉപ്പുമാവിൽ. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ അളവൊക്കെ പറയുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ കടുക്, 2 തണ്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, കരിവേപ്പില ഇടുന്നുണ്ട്. കടുക് ഇട്ട് പിന്നാലെ കരിവേപ്പില ഇടുകയാണെങ്കിൽ കടുക് പൊട്ടി തെറിക്കില്ല കേട്ടോ. പിന്നെ ഒരു 3 പച്ചമുളക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ നമ്മുടെ 5 പച്ചമുളകും ഒരു പകുതി നമ്മുടെ സവാളയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. അധികം നേരം വഴറ്റേണ്ട, ഒന്ന് വഴണ്ടാൽ മതി കേട്ടോ. ഉപ്പുമാവായതുകൊണ്ടേ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ടൈമിൽ വല്ലാണ്ട് അങ്ങോട്ട് സവാളയും അതൊക്കെ നമ്മുടെ ഇട്ട സ്പൈസസൊക്കെ ഒന്ന് വല്ലാണ്ട് അങ്ങോട്ട് മുരിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് വാടി വരുമ്പോൾ തന്നെ നമുക്കൊന്ന് കടിക്കണം. അങ്ങനത്തെ ഒരു പരുവത്തിൽ വേണം സവാള കിട്ടാൻ. പിന്നെ അപ്പോൾ നമ്മൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നോർമലി കുറവാണ് ഇവിടെ ഇടുന്നത്. നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും പച്ചമുളകും അതുപോലെ സവാളയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എനിക്കിതിൽ ഇഞ്ചി ഇടാണ്ടായിരുന്നില്ല കേട്ടോ. ഇഞ്ചിയും കൂടെ വേണം. ഇപ്പം ഞാൻ ഈ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അളവിലാണ് കേട്ടോ. ഡബിൾ റോസ്റ്റഡ് റവയാണ് ഞാൻ എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കേക്കയുടെ റവയാണ്. അപ്പോൾ അതിലോട്ട് ഒരു 2 ഗ്ലാസ് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ടും തിളച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടൈം കൺസ്യൂം ചെയ്യാനും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ റവയാണ് ഞാൻ എടുക്കുന്നത്. ഡബിൾ റോസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഇങ്ങനെ മണി പോലെ കിട്ടും. അപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ, 1 ഗ്ലാസ് റവ കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചപ്പം ഇങ്ങനെ തിളച്ച് കിട്ടും, തിളച്ച വെള്ളമായത് കൊണ്ട് കേട്ടോ. അപ്പോൾ റവ ഇട്ട് കൊടുക്കുമ്പോൾ ഒക്കെ പാടങ്ങോട്ട് ചെറിയാണ്ട് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ഈ സമയത്ത് നമ്മൾ റവ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ റവ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് നന്നായിട്ട് നമ്മൾ ഈ റവ ഇടുന്നതിന് മുന്നേ നമ്മൾ വെള്ളത്തിൽ ഉപ്പ് നോക്കുക. ഉപ്പ് ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കണം. അപ്പോഴാണ് റവ കുക്ക് ചെയ്യുമ്പം കറക്റ്റ് ഉപ്പുണ്ടാവുള്ളൂ കേട്ടോ. അതിന് ശേഷം ഞാനൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. അത് നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ല എന്താ പറയുക ഒലർന്ന് ഇങ്ങനെ കട്ട കൂടാണ്ട്. ഇപ്പോൾ ഇങ്ങനെ കട്ടയുണ്ടെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഒലർന്ന എന്താ പറയുക മണി പോലത്തെ റവ ഉപ്പുമാവ് നമുക്ക് കിട്ടും കേട്ടോ. കറക്റ്റ് മെഷർമെൻറ്റാണ്. 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് തിളച്ച വെള്ളം കേട്ടോ. 2 ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ തിളപ്പിക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് കുറയും. അപ്പോൾ തിളച്ച വെള്ളം 2 ഗ്ലാസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് കണ്ടോ, ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്ന് നമ്മുടെ കോമ്പിനേഷനായിട്ട് വരുന്നത് നല്ല വറുത്തരച്ച കടലക്കറിയും ചായയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് നല്ലൊരു ഉപ്പുമാവും കടലക്കറിയും ചായയൊക്കെ കൂട്ടി നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നോക്കുക. ഞങ്ങളിവിടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ഇന്നത്തേതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്നത്തെ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു അടിപൊളി ടോപ്പിക്